കഴിഞ്ഞ പാലം കാണാം. പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. പാലത്തിന്റെ അടുത്തേക്കുള്ള ഭാഗത്തേക്കാണ് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ളത്. അതിൽ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ, കറുത്ത മണ്ണ്, കായലിൽ നിന്ന് എടുത്ത മണ്ണ് കൊണ്ടുപോകുന്നു. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരുമനയൂർ ഭാഗത്താണ്. ഇവിടുന്ന് ചേറ്റുവ പാലം വരെയുള്ള പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ട്രക്ക് വരുന്ന കണ്ടില്ലേ, പൊടിയിൽ മുങ്ങി ഇതാ വരുന്നേ. ഇതുപോലുള്ള ക്രാഷ് ബാരിയർ കൊണ്ടുവരികയാണത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ക്രാഷ് ബാരിയർ കുറച്ച് ഭാഗത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ചാവക്കാട് വില്യംസ് ആ ഭാഗത്തേക്കാണ് ഇങ്ങനെ ക്രാഷ് ബാരിയറുകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അണ്ടർപാസ് വരുന്നുണ്ട് വില്യംസ് ഭാഗത്ത്. ആ വില്യംസ് ഭാഗത്തേക്കാണ് ഇനി മണ്ണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് ഉയർത്തി കൊണ്ടുവരാനുള്ളത്. ആ ഭാഗത്തേക്കൊക്കെയാണ് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മുൻവശത്തേക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കാണാം ടാറിങ് ഒക്കെ കഴിഞ്ഞ ഭാഗത്ത് ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് വരെ ചെയ്ത ഒരു ഭാഗങ്ങൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറേ ഭാഗങ്ങളിലൊക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിൽ മണ്ണ് ഫില്ലിങ് വീണ്ടും നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇവിടെ ക്രാഷ് ബാരിയർ കണ്ടില്ലേ, പകുതി ആയിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ കമ്പി കെട്ടാനുള്ള കമ്പികളൊക്കെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ആയ ഒരു ഭാഗം. ഇനി ഇവിടെ വരാനുള്ളത് ലൈറ്റിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാൻ. ഓരോ ഭാഗത്ത് വ്യത്യസ്തമായ ഡിസൈനിലാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പി ആ ഭാഗത്ത് അവിടെ വേറൊരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇനി ലൈൻ മാർക്കിംഗ് ഒക്കെ വരാനുണ്ട്. ലൈൻ മാർക്കിംഗ് ആണ് കൂടുതൽ ചെയ്യാനുള്ള ഭാഗങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ കുറച്ച് മുൻവശത്ത് വരുന്ന ഒരു അണ്ടർപാസ് ഉണ്ട്, ഒരുമനയൂർ അണ്ടർപാസ്. അതിൻ്റെ ആ ഭാഗത്തേക്കും മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അവിടെ ജോയിൻ്റ് ആക്കിയിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതാണ് ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്രണ്ട് അകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇനി മുൻവശത്തേക്ക് പോയി നോക്കാം. കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. മുത്തമ്മാവ് ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തുള്ള അണ്ടർപാസ്സാണ് ഈ കാണുന്നത്. അത് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്സാണിത്. ഈ അണ്ടർപാസിന് കുറച്ച് ഹൈറ്റ് കുറവാണെന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് മണ്ണെടുത്ത് പോവാനുണ്ടോ അറിയില്ല കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തി കൊണ്ടുപോകുന്നു തോന്നുന്നില്ല. അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഇവിടെ ക്രഷ് ബാരിയറിന് ഉള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ കോൺക്രീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് അണ്ടർപാസ്. കുറച്ച് ഹൈറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ട്. വളരെ ചെറിയ ഒരു ഹൈറ്റായിട്ടാണ് തോന്നുന്നത്. വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ കടന്നു പോകാൻ ചെറിയൊരു പ്രയാസമുണ്ട് തോന്നുന്നത്. ഇവിടേക്ക് വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നമ്മുടെ ലൈറ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം അങ്ങനെ വിട്ടു പോയതാണ്. പക്ഷേ ഇത് കൂടാതെ ഇവിടെ വേറൊരു എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ നെറ്റ് ബോൾട്ടൊക്കെ കിട്ട് ഒരു ഭാഗം കാണുന്നുണ്ട്. കാണാൻ നമുക്ക് ഇവിടെ കണ്ടില്ലേ. അപ്പോൾ അവിടെ അങ്ങനെ വിട്ടിൻ്റെ ശേഷം ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈറ്റിന് കാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇവിടെ സാധാരണ കൊടുക്കാറുള്ളത് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാറാണുള്ളത്. ഇങ്ങനെ കമ്പിയൊക്കെ കൊടുത്തിട്ടുള്ളത്, അതിന് വേണ്ടിയുള്ള കമ്പിയാണ് ഈ വിട്ടിട്ടുള്ളത്. ആ ഭാഗം തന്നെ ഇത് ജോയിൻ്റ് ആക്കി എടുക്കും. പക്ഷെ അവിടെ കണ്ടത് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള കമ്പികൾ പുതുതായിട്ട് ഇങ്ങനെ കുറേ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ അവിടെ എക്സ്ട്രാ ആയിട്ട് കമ്പിയും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അറിയില്ല. അപ്പോൾ ഇനി നമുക്ക് മുത്തന്മാവ് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി നോക്കാം. ഇതാണ് ഒരുമനയൂർ വന്നിട്ടുള്ള അണ്ടർപാസ്. ഇതിൻ്റെ ഭാഗത്തേക്കൊക്കെ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്, ജോയിൻറ്റിങ് വർക്കുകൾ ചെയ്യാനുണ്ട്. നേരത്തെ
ഉള്ളതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. മണ്ണ് കൂടി കിടക്കുന്ന ഒരു അണ്ടർപാസ്. ഇതിന് താഴ്വശത്താണ് ഇതിന്റെ വർക്കേഴ്സ് ഒക്കെ താമസിക്കുന്നത്. അതുപോലെ തന്നെ അവരെ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ ബ്രിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാം. ഇനി അവിടെ എൻ്റെ ഭാഗത്ത് വരുന്ന കോൺക്രീറ്റ് ചെയ്യാനും ഓരോ സ്ലാബ് കൊടുക്കാനുള്ളൂ. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി ചേറ്റുവ പാലത്തിന്റെ ആ ഭാഗത്തുനിന്ന് കയറി വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിംഗ് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴ്വശത്തൊക്കെ പെയിന്റിംഗ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്ത് അവിടെ ഒരു ഷട്ടർ കൊടുക്കുന്നുണ്ട്, ഒരു ജോയിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ആ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. ഇതാണ് കണ്ടില്ല, ഈ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഒരു ഭാഗം എക്സ്ട്രാ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് ജോയിന്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുന്ന് ഇങ്ങനെ കമ്പി ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെയും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കും. അത് രണ്ടുകൂടെ ഇങ്ങനെ ജോയിന്റ് ആക്കുന്ന വർക്കാണ് ഇനി വരാനുള്ളത്. അങ്ങനെയുള്ള ഭാഗത്തിനുള്ള വേണ്ടിയുള്ള തുടക്കം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ വരെ ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട്. അപ്പൊ ഇനി നമുക്ക് ചേറ്റുവ പാലത്തിന്റെ അങ്ങോട്ടുള്ള ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇതാണ് അണ്ടർപാസ്. ചേറ്റുവ പാലം കഴിഞ്ഞ് വരുന്ന ഒരു ഭാഗമാണ് ഇതിന് തൊട്ട് മുൻവശം. അപ്പൊ ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണൊക്കെ എടുത്തത് കാണുന്നുണ്ട്. ഇത് ബ്രിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിന്റെ ഭാഗം വരെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിന്റെ ആ ഭാഗത്തേക്കാണ് വർക്ക് വരാനുള്ളത്. അപ്പോൾ ക്രഷ് ബാരിയറുകളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണിതും. ഇവിടെയൊക്കെ മണ്ണ് ഫില്ലിങ്ങും നടക്കുന്നുണ്ട് ഒരേ സമയത്ത്. ഇവിടെ സെന്റർ ഭാഗത്ത് ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ കാണാം. ഇതാ സെന്റർ ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇനി മണ്ണ് ഫില്ലിങ് വരാനുണ്ട്. പഴയ റോഡിന്റെ ഭാഗങ്ങളൊക്കെയാണ് ആ വാഹനങ്ങളൊക്കെ നിൽക്കുന്നത്. അവിടെയൊക്കെ ഇനി മണ്ണ് ഫില്ലിങ് കുറച്ച് കുറവാണ്. ഇനി ഇങ്ങോട്ടൊക്കെയാണ് കൂടുതലായിട്ട് മണ്ണ് ഫില്ലിങ് ചെയ്യാനുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇതാ മണ്ണ് കൂട്ടിയത് കാണുന്നുണ്ട്. അവിടെ മുകൾ വശത്തൊക്കെ JCB പോലുള്ള വാഹനങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾക്ക് പാലത്തിന്റെ അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇവിടെ ദാ ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ തുടക്കം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം. ചേറ്റുവ പാലത്തിന്റെ താഴ്വശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം പാലത്തിന്റെ വർക്കുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഒരു സെൻറ്ററിൽ ഒരു ഭാഗം കൂടെ ഗർഡർ ലോഞ്ചിങ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലൊക്കെ ഫിനിഷിങ് വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ഈ ഭാഗങ്ങളിലൊക്കെ വരുന്ന ഭാഗത്ത് ഇനി റോഡിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് ഇങ്ങനെ മണ്ണ് വെച്ച് ഉയർത്തി, ഇങ്ങനെ സ്ലാബുകളൊക്കെ വെച്ച് ഉയർത്തി വെച്ചതാണ്. ഇനി നല്ല രീതിയിലുള്ള വർക്കുകൾ വരാനുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഭാഗത്ത് പഴയ കമ്പികളൊക്കെ കട്ട് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കാണാൻ നമുക്ക് അടിപൊളിയായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ചേറ്റുവ പാലം. അപ്പോൾ ഇനി രണ്ട് വശങ്ങളിൽ വരുന്ന റോഡിൻ്റെ നിർമ്മാണമാണ് നടക്കാനുള്ളത്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇതാണ്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പാലം നല്ല രീതിയിൽ കാണുന്ന ഒരു ഭാഗത്തേക്ക് അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ പാലം കാണാം. പഴയ പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. രണ്ട് പാലങ്ങളാണ് ഇവിടെ ഉള്ളത്. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാം. ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്തേക്ക് എങ്ങനെയാണ് വർക്കുകൾ നോക്കാം. ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ ഇനി ഇവിടെ പുഴൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന ഭാഗത്തേക്ക് ഒരു സർവീസ് റോഡ് എല്ലാ ഭാഗത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇവിടെ റോഡ് നിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്ത് വർക്ക് അതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, അതുകൊണ്ടാണ് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം റോഡ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഫിക്സ് ആൻഡ് സ്ലാബിന്റെ വർക്കുകൾ, മണ്ണ് ഫില്ലിങ് ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. ഇനി പാലത്തിന്റെ അടുത്തേക്കുള്ള ഭാഗത്തേക്കാണ് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ളത്. കണ്ടില്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ഇനി പാലത്തിന്റെ അങ്ങോട്ടാണ് കൂടുതലായിട്ട് ഫില്ല് ചെയ്ത് കൊണ്ടുവരാനുള്ളത്. അത് ഇവിടുന്ന് ഇങ്ങനെ പുഴൻ്റെ അങ്ങോട്ട് പോകുന്ന ആ ഭാഗത്തേക്കൊരു സർവീസ് റോഡൊക്കെ ഉണ്ട്. അതിൻ്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് നേരത്തെ അങ്ങോട്ടൊരു റോഡ് ഉണ്ടായിരുന്നു, ആ റോഡൊക്കെ ഇപ്പോൾ ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നേരെ അങ്ങോട്ട് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ്. ഈ കായലിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ വേറൊരു സൈഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് കാണാം. ഈ ഭാഗത്തു നിന്നാണ് ഇവിടെ നിന്നുള്ള മണൽ കൊണ്ടുപോകുന്നത്. കണ്ടില്ലേ, കറുത്ത മണ്ണ്, കായലിൽ നിന്ന് എടുത്ത മണ്ണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വില്യംസ് ഭാഗത്തുനിന്ന്, ഒരുമനയൂർ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്, മുത്തമ്മാവ് ഭാഗത്തുനിന്ന്. അപ്പോൾ ഇവിടം വരെ വരുമ്പോൾ ചേറ്റുവ പാലത്തിൻ്റെ ഇവിടം വരെ വരുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഇതാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.